പ്രോഗ്രസീവ് പാർട്ടി നാഷണൽ പീപ്പിൾസ് പാർട്ടി ലയനത്തിൽ സഭകൾക്ക് പങ്കില്ലെന്ന് ചാക്കോ കാളാമ്പറമ്പിൽ. കത്തോലിക്ക കോൺഗ്രസിനോ സിറോ മലബാർ സഭയ്ക്കോ ബന്ധമില്ല. ലയന ചർച്ചയിൽ പങ്കെടുത്തത് വ്യക്തിപരമായാണെന്നും ചാക്കോ കാളാമ്പറമ്പിൽ വ്യക്തമാക്കി. VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി നൽകാൻ. VS രഞ്ജിത്ത്, ഈ ലയനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ചാക്കോ കാളാമ്പറമ്പിൽ വ്യക്തമാക്കുന്നത്? ശ്രുതി, ഇത് BJP പിന്തുണയുള്ള അല്ലെങ്കിൽ BJP പിന്തുണയ്ക്കുന്ന ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്ന രീതിയിലാണ് നേരത്തെ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ ജോണി നെല്ലൂരൊക്കെ രൂപീകരിച്ച പാർട്ടി. ജോണി നെല്ലൂർ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയെങ്കിലും നാഷണൽ പീപ്പിൾസ് പാർട്ടിയുമായി ഈ പ്രോഗ്രസീവ് പാർട്ടി ലയിക്കുന്ന ഒരു ലയന ചർച്ചയാണ് ഇന്നലെ നടന്നത്. അവർ നമ്മോട് ലയിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ലയന ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് സിറോ മലബാർ സഭയുടെ വക്താവും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള ചാക്കോ കാളാമ്പറമ്പിലായിരുന്നു. നമ്മൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ ചാക്കോ കാളാമ്പറമ്പിൽ വ്യക്തമാക്കുന്നത് ആ ലയന ചർച്ചയിൽ പങ്കെടുത്തത് വ്യക്തിപരമായാണ്. കത്തോലിക്ക കോൺഗ്രസിനോ സിറോ മലബാർ സഭയ്ക്കോ അതിൽ പങ്കില്ല. സിറോ മലബാർ സഭ വക്താവായിട്ടോ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന രീതിയിലോ അല്ല, വ്യക്തിപരമായി ആ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് മാത്രം. അതിന് മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ലയിച്ച രണ്ട് പാർട്ടികൾ, നാഷണൽ പീപ്പിൾസ് പാർട്ടിയും നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയും NDAയുടെ ഘടകകക്ഷിയായി മാറുമെന്നും ദേശീയ തലത്തിൽ അവർ NDAയുടെ ഘടകകക്ഷികളാണ് എന്നുള്ളതും സിറോ മലബാർ സഭയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതും അവരുടെ നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചാക്കോ കാളാമ്പറമ്പിൽ പങ്കെടുത്തത് വ്യക്തിപരമായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ഇതിലിപ്പോൾ ഈ ജോണി നെല്ലൂരും സ്റ്റീഫൻ തോമസും ഒക്കെ ചേർന്ന് രൂപീകരിച്ചായിരുന്നു ഈ പ്രോഗ്രസീവ് പാർട്ടി. ഇതിൽ നിന്ന് ഇരുവരും വിട്ടുപോയിരുന്നു. ഇതിന് ശേഷമാണ് ഈ ഒരു ലയനവും വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ ലയനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഈ ചാക്കോ കാളാമ്പറമ്പിൽ ഇക്കാര്യത്തിൽ, അതായത് പാർട്ടി ലയനത്തിൽ സഭകൾക്ക് പങ്കില്ല എന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസിനോ അതായത് സിറോ മലബാർ സഭയ്ക്കോ ബന്ധമില്ല എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ പാർട്ടികൾ നേരത്തെ BJPയെ സംബന്ധിച്ച് സിറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കണമെന്ന് BJP ഏറെക്കാലമായി ആഗ്രഹിക്കുന്നതാണ്. കേരള കോൺഗ്രസ് പോലെ പ്രബലമായൊരു പാർട്ടി BJPയോട് ചേർന്ന് നിൽക്കാത്ത സാഹചര്യത്തിൽ BJP ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു ക്രിസ്ത്യൻ പാർട്ടി എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണ് ജോളി നെല്ലൂരൊക്കെ കേരള കോൺഗ്രസ് വിട്ടൊരു പുതിയ പാർട്ടി രൂപം കൊടുക്കാൻ തയ്യാറായത്. അതായിരുന്നു നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടത്. പഴയ MLA ആയിട്ടുള്ള സ്റ്റീഫൻ ഉൾപ്പെടെ അതിലുണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് സ്റ്റീഫനും അതുപോലെ ജോണി നെല്ലൂരുമൊക്കെ ഈ പാർട്ടി വിട്ടുപോവുകയും VV അഗസ്ത്യനും CP സുഗതനുമൊക്കെ ഈ പാർട്ടിയിൽ തുടരുകയും ചെയ്തു. ഈ പാർട്ടി, ഈ പ്രോഗ്രസീവ് പാർട്ടിയും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും കൂടി ചേർന്ന് സിറോ മലബാർ സഭയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. ആ പാർട്ടിയുടെ ലയന ചർച്ചയിലാണ് ഈ ചാക്കോ കാളാമ്പറമ്പിൽ പങ്കെടുത്തത്. ചാക്കോ കാളാമ്പറമ്പിൽ പക്ഷേ അതിൽ പങ്കെടുക്കുകയും ആ ദൃശ്യങ്ങളിൽ ചാക്കോ കാളാമ്പറമ്പിൽ നമുക്ക് കാണാനും സാധിക്കും. പക്ഷേ അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവ് എന്ന രീതിയിലോ സിറോ മലബാർ സഭയുടെ വക്താവ് എന്ന രീതിയിലോ ഔദ്യോഗികമായി നിയോഗിക്കപ്പെട്ട് പങ്കെടുത്തതല്ല, അത് വ്യക്തിപരമായി പങ്കെടുത്തതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. തീർച്ചയായിട്ടും ലയന ചർച്ചയിൽ പങ്കെടുത്തത് വ്യക്തിപരമായെന്നാണ് ചാക്കോ കാളാമ്പറമ്പിൽ വ്യക്തമാക്കുന്നത്.